ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തിയുടെ മനസ്സ് കിടന്ന നീറാണ് കേട്ടോ. അലീനയും രവിശങ്കറും തമ്മിൽ എന്തെങ്കിലും അരുതാത്ത ബന്ധമുണ്ടോ എന്നിങ്ങനെ വൈജയന്തി സംശയിക്കുകയാണ് കേട്ടോ. ഓരോ ദിവസവും നമ്മുടെ രവിശങ്കറാണെങ്കിൽ നമ്മുടെ അലീനയോട് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ വൈജയന്തിക്ക് അങ്ങ് കലി ഇളകുകയാണ് കേട്ടോ. കാരണം താൻ പണ്ടൊരിക്കൽ ചതിക്കപ്പെട്ടത് കൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു രീതിയിലുള്ളവരാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ് കേട്ടോ. ആ ഒരു വിഷമവും സങ്കടവും ആ ഒരു സ്ട്രെസ്സും ഒക്കെ വൈജയന്തിയുടെ മനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ ആരുമായിട്ടും അടുക്കാനും സ്നേഹിക്കാനും ഒന്നും വൈജയന്തി കൂട്ടാക്കുന്നില്ല കേട്ടോ. ആ ഒരു അമർഷവും ദേഷ്യവും ഒക്കെ നമ്മുടെ അലീനയോടും രവിശങ്കറോടും ഒക്കെ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വൈജയന്തി ബാങ്കിലേക്ക് പോകാൻ നേരം അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഞാനൊരു കാര്യം പറയാം, ഞാൻ പറയുന്നത് അമ്മ നിസ്സാരമാക്കി അങ്ങ് തള്ളിക്കളയല്ല. രവിശങ്കർ ഇവിടെ വരുമ്പോൾ അമ്മ ഒന്ന് ശ്രദ്ധിച്ചോണം. അമ്മയുടെ കണ്ണ് എപ്പോഴും അവിടേക്ക് വേണം. ഇവിടെ ഒരു തൊലി വെളുപ്പുള്ള ഒരുത്തി ഉണ്ടെന്ന് അമ്മയ്ക്കറിയാലോ. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. നമ്മുടെ സ്വന്തമാണെങ്കിൽ പോലും അവരെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എല്ലാവരും ചതിക്കുന്നവരാണ് എന്നൊക്കെ പറയാനിട്ടോ. ഈ സമയത്ത് അമ്മ പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ വൈജയന്തി ഇങ്ങനെയൊക്കെ സംശയിക്കാൻ തോന്നുന്നത്? നിൻ്റെ മനസ്സിലെ ആ ചിന്തയൊക്കെ അങ്ങ് മാറ്റി. രവിശങ്കറിനെ നിനക്ക് വിശ്വാസമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എനിക്ക് ആരെയും വിശ്വാസമില്ല അമ്മേ. അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നേരത്തെ ഓഫീസ് ജ്വല്ലറി എന്നൊക്കെ വൈകി വന്നുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ പകുതി ദിവസവും ഉച്ചയ്ക്കാണ് വരണത്. അതും ക്ഷീണമാണ്, തലവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ തന്നെ കാണും. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇത്രയും നാളും ഇല്ലാത്ത ക്ഷീണം തളർച്ചയൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. ഈ സമയത്ത് അമ്മ പറയുന്നുണ്ട്, അതെന്ത് വർത്താനാണ് വൈജയന്തി നീ പറയുന്നത്? നീ കണ്ടതല്ലേ അവന് ഈ ഇടയ്ക്ക് നെഞ്ചിന് വേദനയൊക്കെ വന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടും ശരീര അസ്വസ്ഥതയൊക്കെ അവന് ഇല്ലാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അമ്മയ്ക്ക് സൗകര്യപ്പെടുമെങ്കിൽ അമ്മയൊന്നും ശ്രദ്ധിച്ചേര് എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങനെ ദേഷ്യത്തോടെ പോകുകയാണ് കേട്ടോ. ഈ കുട്ടിക്ക് ഇതെന്താ പറ്റിയേ എന്നെൻ്റെ ഈശ്വര ഇവളുടെ മനസ്സൊക്കെ ഒന്ന് നീ മാറ്റി തരുന്നത് എന്ന് ചോദിച്ച് മുത്തശ്ശിയും അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് അലീനയോട് പറയുന്നുണ്ട്, മോളെ നമുക്കിന്ന് കൈപ്പില്ല് വരെ ഒന്ന് പോയാലോ? ഇന്നോ? അതെന്താ മുത്തശ്ശി അങ്ങോട്ടേക്ക് ഇന്നൊരു യാത്ര? അത് പിന്നെ വേറൊന്നുമല്ല, എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെയുണ്ട്, അതൊക്കെ ഒന്ന് എടുക്കണം. പിന്നെ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ അവിടെ ജീവിച്ചിരുന്നല്ലേ, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കുറച്ച് സന്തോഷവും കുഞ്ഞിരാമേട്ടൻ്റെ ഒരു സാന്നിധ്യമൊക്കെ എനിക്ക് തോന്നും. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ കമലയുടെ സ്വഭാവം കൊണ്ട് അങ്ങോട്ട് പോകാത്തതാണ്. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ഞാനും കുഞ്ഞിരാമേട്ടനും ജീവിച്ച വീടല്ലേ, അതുകൊണ്ട് അവിടെ എനിക്ക് സ്വർഗ്ഗമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അലീന പറയുന്നുണ്ട്, നമ്മൾ മേഡത്തിനോട് പറഞ്ഞില്ലല്ലോ. അത് ഞാൻ അവളെ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. നീ ഒന്ന് റെഡിയാവും, നിൻ്റെ പണിയൊക്കെ ഒതുങ്ങി എന്നാലേ നീ റെഡിയാവും, നമുക്ക് പോയേക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ വൈജയന്തിയെ വിളിക്കുകയാണേ. അങ്ങനെ മുത്തശ്ശി വൈജയന്തിയെ വിളിക്കാൻ കേട്ടോ. അങ്ങനെ ഇന്ന് കൈപ്പിള്ളിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ, ഇന്ന് പോകണോ അമ്മേ? പിന്നെ ഒരു ദിവസം ഞാൻ അമ്മയെ കൊണ്ടുപോയാൽ പോരെ, ഇന്നെന്താ ഇത്ര അത്യാവശ്യം? അത് പിന്നെ കുറച്ച് പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എൻ്റെ അവിടെയുണ്ട്, അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ ഓർത്തിട്ട് കുറേ നാളായില്ലേ അങ്ങോട്ടേക്ക് പോയിട്ട്. ഈ കാല് സുഖമില്ലാതിരുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് പോയേ ഇല്ലല്ലോ. ഇപ്പോൾ കുറച്ച് ഭേദമായില്ലേ, ഇപ്പോൾ നടക്കാനൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ വീട്ടിനകത്തിരുന്ന് മുരടിച്ചു. വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് കരുതി, അത്രേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, എന്നാൽ അമ്മ പോയിട്ടോ? അമ്മ ഒറ്റയ്ക്ക് പോകാനാണോ? അല്ലല്ല, അലീനയുണ്ട്. എന്നാൽ നിങ്ങൾ രണ്ടാളിലൂടെ പോയിക്കോ, ഞാൻ വൈകിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് വരാം, എന്നിട്ട് നിങ്ങളെ വിളിച്ചോളാം എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശി ഫോൺ വെക്കുകയാണ്. ശേഷം മുത്തശ്ശിയും അലീനയും കൂടെ കൈപ്പിള്ളിയിലേക്ക് പോകുകയാണ് കേട്ടോ. അവിടെ ചെന്നപാടെ കമലത്തിന് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ കമലം പറഞ്ഞിട്ടുണ്ട്, എന്തു പറ്റി? കാലിന് സുഖമായപ്പോൾ അമ്മ കറങ്ങി നടക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കറങ്ങാനൊന്നും വന്നതല്ല, ഇവിടെ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് അത്യാവശ്യപ്പെട്ട സാധനങ്ങൾ, അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് കരുതി വന്നതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് കമലാണെങ്കിൽ അത്യാവശ്യമായിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകാനിരിക്കുകയായിരുന്നു ഞാൻ, അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് വരാം, നിങ്ങൾ വൈജയന്തി വന്നിട്ടല്ലേ പോകുള്ളൂ, അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടോ പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ രവിശങ്കറിന് വരാൻ തീരെ താല്പര്യമില്ല, എങ്കിലും രവിശങ്കറിനെ കൂടെ കൂട്ടിയിട്ടായിരിക്കും കേട്ടോ നമ്മുടെ കമലം പോകുന്നത്. അങ്ങനെ പോയതിന് ശേഷം മുത്തശ്ശിയാണെങ്കിൽ തൻ്റെ സാധനങ്ങളൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം പറക്കിയെടുത്ത് അടുക്കി വെക്കാൻ കേട്ടോ അലീന. ഇതേ സമയത്ത് കുറച്ച് പുസ്തകം കൂടി കാണാനുണ്ടല്ലോ, എൻ്റെ രാമായണ പുസ്തകവും പിന്നെ പണ്ട് കുഞ്ഞിരാമേട്ടൻ എനിക്ക് തന്ന കുറച്ച് പുസ്തകങ്ങളും ഒക്കെ ഉണ്ട്. അതിവിടെ എവിടെയോ ഒരു പെട്ടിക്കകത്തൊക്കെ ആയിരുന്നു എന്ന് വെച്ചിരുന്നത്, എവിടെയാണെന്ന് ഞാനും മറന്നുപോയി എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അലീന കുറേ തിരഞ്ഞിട്ടെങ്കിലും അത് കണ്ടില്ല. അങ്ങനെ പറയുന്നുണ്ട്, അത് അപ്പുറത്തൊരു മുറിയുണ്ട്, ആ മുറിയിൽ വേണ്ടാത്ത സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ
എടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ കാണും. അവിടെയാണെങ്കിൽ എൻ്റെ ഒരു റിങ്കുപെട്ടി കാണും, അതിനകത്തായിരിക്കും കാണാൻ സാധ്യത, മോളെന്ന് അതൊന്ന് തിരഞ്ഞു നോക്കുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അലീന ആ റൂമിലേക്ക് ചെന്ന് ആ റിങ്കുപെട്ടിയൊക്കെ തിരയാൻ കേട്ടോ. അങ്ങനെ തിരഞ്ഞ സമയത്ത് മുത്തശ്ശി പറഞ്ഞ ആ ഒരു രാമായണ പുസ്തകവും പിന്നെ കുറച്ച് മുത്തശ്ശിയുടെ പഴയ പുസ്തകങ്ങളും ഒക്കെ കിട്ടാൻ കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡയറി ഉണ്ടായിരിക്കും കേട്ടോ. അത് മറ്റാരുടെയുമല്ല, നമ്മുടെ വൈജയന്തിയുടെ ഡയറി ആയിരിക്കും കേട്ടോ. ആ ഡയറി ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ തന്നെ വൈജയന്തിയുടെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകാൻ കേട്ടോ. ചെറുപ്പകാലത്തെ ഫോട്ടോ ആയിരിക്കും കേട്ടോ. അങ്ങനെ ആ ഡയറി ഇങ്ങനെ തുറന്ന് നോക്കുകയാണ്. അങ്ങനെ വൈജയന്തി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ കഠിന കഥകളും അതിൽ കുറിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓരോ വരിയിലൂടെയും വിരലോടിക്കുമ്പോൾ കണ്ണോടിക്കുമ്പോൾ നമ്മുടെ അലീനയുടെ ഹൃദയം തകർന്നു പോകാൻ കേട്ടോ. അങ്ങനെ അതിൽ നമ്മുടെ വൈജയന്തി എഴുതിയിട്ടുണ്ട്, താൻ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച ആ ലാലിച്ചിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും എൻ്റെ വീട്ടുകാരെ ഈ ഒരു ബന്ധത്തിന് സമ്മതിക്കില്ലായിരിക്കും, പക്ഷെ അഗാധമായി ഞങ്ങൾ പ്രണയിച്ചു പോയി, ഇനി അതിൽ നിന്ന് പിന്തിരിയാൻ എനിക്കാവില്ല എന്നൊക്കെ പറഞ്ഞൊരു കത്തായിരിക്കും കേട്ടോ. ലാലിച്ചൻ എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്, ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഭർത്താവ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അവരുടെ സ്നേഹവും പ്രണയ നിമിഷങ്ങളൊക്കെ കുറേ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ലാലിച്ചിൻ്റെ വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ വൈജയന്തിയുടെ വീട്ടുകാരുമായിട്ടോ യാതൊരുവിധ കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. ലാലിച്ചിനും അതുപോലെ വൈജയന്തിയും കൂടെ ഹൈദരാബാദിൽ ഒരു ഫ്ലാറ്റിലായിരിക്കും കേട്ടോ താമസിക്കുന്നത്. അങ്ങനെ ഇവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ആ ഒരു കുറിപ്പടയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, വൈജയന്തിയുടെ ജീവിതത്തിലേക്ക് ആ ഒരു അതിഥി കൂടി കടന്നു വരികയാണ്. വൈജയന്തി ഗർഭിണിയാണെന്ന് അറിയാൻ കേട്ടോ. ഗർഭിണിയാണെന്ന് അറിഞ്ഞത് മുതൽ ലാലിച്ചൻ വളരെ സന്തോഷത്തിലാണ്. തന്നെ അതുപോലെയാണ് കെയർ ചെയ്യുന്നത്, ഒരു കുഞ്ഞു കൊച്ചിനെ പോലെയാണ് കൊണ്ട് നടക്കുന്നത്. അവർ ഹോസ്പിറ്റലിൽ പോകുന്ന കഥകളും അതുപോലെ തന്നെ വൈജയന്തിയുടെ ഓരോരോ കൊതികളും ആ കൊതിയൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാലിച്ചൻ ഓരോരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും പൊന്നുപോലെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരുടെ ജീവിത കഥകളൊക്കെ അതിലുണ്ടായിരിക്കും കേട്ടോ. അതെല്ലാം കണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അലീന. ഇതിനൊക്കെ ശേഷം കാണിക്കുന്നത് ഒരു ദിവസം ലാലിച്ചൻ്റെ അച്ഛനും സഹോദരനും കൂടെ അവിടേക്ക് വന്നിരുന്നു. അങ്ങനെ വന്നതിന് ശേഷം അവിടെ അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടേക്ക് നമുക്ക് പോകണം എന്നൊക്കെ പറയാൻ കേട്ടോ. ലാലിച്ചൻ വിസമ്മതിച്ചെങ്കിലും അച്ഛൻ കരഞ്ഞു പറഞ്ഞതുകൊണ്ട് ലാലിച്ചൻ അവരുടെ കൂടെ പോകുകയാണ്, തൻ്റെ അമ്മേനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നെയും തനിച്ചാക്കി പോയതാണ്, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ മടങ്ങിയെത്തും, നീ അതുവരെ സുരക്ഷിതമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കണം എന്നൊരു വാക്ക് പറഞ്ഞിട്ട് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ ആ കുറിപ്പ്. പിന്നെ ലാലിച്ചൻ തിരികെ എത്തിയിട്ടില്ല എന്നും ആ കുറിപ്പുണ്ട് കേട്ടോ. പിന്നെ ഒന്നും തന്നെ എഴുതിയിട്ടില്ല കേട്ടോ. ഇത് കണ്ട അലീനയുടെ ഹൃദയം തകർന്നു പോകുകയാണ്. അപ്പോൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഇവർക്കിടയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നാലോചിച്ച് അലീനയുടെ മനസ്സ് വിഷമിക്കുകയാണ് കേട്ടോ. അമ്മയെ കാണാൻ വേണ്ടി പോയ അച്ഛൻ പിന്നെ എന്തുകൊണ്ട് തിരികെ എത്തിയില്ല, അതും ഒരു പൂർണ്ണ ഗർഭിണിയായ എൻ്റെ അമ്മേനെ അവിടെ തനിച്ചാക്കിയിട്ട് പോയ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലിച്ചിനെ ട്രാപ്പിലാക്കി കൊണ്ടുപോകായിരുന്നു കേട്ടോ അച്ഛനും സഹോദരനും കൂടെ. അതായത് തങ്ങളുടെ ജാതിയൊക്കെ വ്യത്യാസമായിരുന്നു, അതുപോലെ തന്നെ ഒരിക്കലും കൂട്ടിയിണക്കാൻ പറ്റാത്തൊരു ബന്ധമായിരുന്നു, ഒരു കുടുംബക്കാരായിരുന്നു രണ്ടുപേരുടേതും. അതുകൊണ്ട് തന്നെ ലാലിച്ചിൻ്റെ അച്ഛനും സഹോദരനും കൂടെ കള്ളം പറഞ്ഞ് ലാലിച്ചിനെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോവുകയും അങ്ങനെ കുറച്ച് നാൾ തടവിലിടുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ലാലിച്ചിനെ പുറത്തിറക്കുമ്പോൾ ആ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാകും. ആ സമയത്ത് നമ്മുടെ വൈജയന്തിയെ തേടി വൈജയന്തിയുടെ ഫ്രണ്ട്സൊക്കെ വൈജയന്തിയുടെ വീട്ടിലോട്ടൊക്കെ വിളിച്ച് പറഞ്ഞ്, അതായത് വൈജയന്തിക്ക് സുഖമില്ല അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിരാമൻ നായരും അതുപോലെ തന്നെ ശിവനും കൂടെ വൈജയന്തിനെ കാണാൻ വേണ്ടി ചെല്ലുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന വൈജയന്തിയെ കണ്ട് അവരുടെ ഹൃദയം തകർന്നു പോകുകയാണ്. ഇങ്ങനെ അവിടെ നിന്നും അവർ കൂട്ടിക്കൊണ്ട് വരികയാണ്. ഈ സമയത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം നിനക്ക് മനസ്സിലായി, വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചിട്ട് നീ ഒരുത്തിൻ്റെ കൂടെ പോയില്ലേ, അവൻ നിന്നെ ചതിച്ചത് നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ആകെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ നമ്മുടെ വൈജയന്തി പോകുന്നത്. പോകും വഴി വൈജയന്തിക്ക് പെട്ടെന്ന് പ്രസവ വേദന വരികയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയാണ് കേട്ടോ. ഈ സമയത്ത് ശിവനും കുഞ്ഞിരാമനും കൂടെ തീരുമാനിക്കുകയാണ്, ഇവളുടെ ഭാവിക്ക് വേണ്ടി, ഇവളുടെ ഭാവിയുടെ സുരക്ഷിതത്തിന് വേണ്ടി ഈ കുഞ്ഞിനെ നമുക്ക് ഈ കുഞ്ഞിനെ മറക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഈ കുഞ്ഞിനെ നമുക്ക് ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് കൊടുത്തേക്കാം, എന്നിട്ട് കുഞ്ഞ് മരിച്ചു എന്ന് പറയാം. വേറൊരു കാര്യം, ഈ ഒരു സത്യങ്ങൾ ആരും തന്നെ അറിയരുത്, ഞാനും നീയുമായിട്ട് ഇത് മണ്ണിൽ അലിഞ്ഞു പോകണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ആ കുഞ്ഞിനെ എടുത്ത്
സ്നേഹത്തിലേക്ക് ആക്കുകയാണ് കേട്ടോ. അതായിരിക്കും നമ്മുടെ അലീന. ശേഷം കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി ചോദിക്കുകയാണ്, അച്ഛാ കുഞ്ഞെന്തി എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് മരിച്ചുപോയി, എന്നാലും എന്നെ ഒരു നോക്ക് കാണിക്കായിരുന്നു. അത് പിന്നെ മോനെ ജനിച്ച് വീണതേ ചാവിള്ളയായിട്ട് ആ കുട്ടീനെ കണ്ട പിന്നെ നിൻ്റെ ജീവിതകാലം മുഴുവൻ ആ ഒരു മുഖം നിൻ്റെ മനസ്സിലുണ്ടായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇവിടെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളും നീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരും അറിയരുത്, ഒരു മനുഷ്യൻ പോലും ഈ ഒരു നിൻ്റെ പഴയ പാസ്റ്റ് അറിയരുത്. ഇനിയും നിനക്കൊരു ജീവിതമുണ്ട്, നിന്നെ ചതിച്ചിട്ട് പോയവന് മുൻപിൽ നീ നന്നായിട്ട് ജീവിച്ച് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തിയെ കൂട്ടിക്കൊണ്ട് വരികയായിരിക്കും കേട്ടോ. അപ്പോൾ ലാലിച്ചിനെ ചതിച്ച് ലാലിച്ചൻ്റെ അച്ഛനും സഹോദരനും കൊണ്ടുപോവുകയും അതുപോലെ തന്നെ വൈജയന്തിയെ ബ്രെയിൻ വാഷ് ചെയ്ത് വൈജയന്തിയുടെ അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സങ്കടവും പ്രയാസവും ഒക്കെ ആയിരിക്കും നമ്മുടെ വൈജയന്തിയുടെ ആ ഒരു സ്വഭാവ മാറ്റത്തിന് കാരണം തന്നെ. അങ്ങനെ വൈജയന്തി നമ്മുടെ ഹരിശങ്കറിനെ വിവാഹം കഴിക്കാൻ കേട്ടോ. അങ്ങനെ വിവാഹത്തിന് ശേഷമായിരിക്കും വിവാഹത്തിന് ശേഷം ലാലിച്ചിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ വൈജയന്തിയെ വേട്ടയാടുകയാണ് കേട്ടോ. അതാണ് വൈജയന്തിയുടെ മനസ്സിൽ നിന്നും വെറുപ്പായിട്ട് എല്ലാവരിലേക്കും പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയൊക്കെ ഇനി വരാനിരിക്കുന്നതാണ്. ഇതുപോലുള്ള അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡുകൾസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അലീന ഇടയ്ക്ക് മുത്തശ്ശിയോട് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. മുത്തശ്ശി മേഡത്തിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ലാതാണ് സാറിനെ വിവാഹം കഴിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി വിഷയമൊക്കെ മാറ്റുന്നുണ്ട്. അവൾക്ക് പഠിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛനാണെങ്കിൽ അവളെ പെട്ടെന്നൊരു വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു വിഷമമായിരിക്കും അവൾക്ക്. പിന്നെ ആരുമായിട്ടും അമ്പനും വില്ലിനും എടുക്കാത്തൊരു സ്വഭാവമല്ലേ അത്, അതുകൊണ്ട് നിനക്കങ്ങനെ തോന്നിയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ചു കൊണ്ടാണ് ആ എപ്പിസോഡ് കഴിയുന്നത്.